ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയണ്ടേ? ഞങ്ങൾ ഗുണ്ടൽപേട്ടയിലേക്കാണ് കേട്ടോ പോകുന്നത്. കർണാടക ബോർഡറിലാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഓണം സീസണല്ലേ. അപ്പോൾ ഈ ഓണത്തിന് ഗുണ്ടൽപേട്ടയിലൊക്കെ പൂക്കളുടെ കൃഷിയുണ്ട്. അപ്പം ചെട്ടിപ്പൂക്കളും പിന്നെ നമ്മളെ മല്ലികപ്പൂവ്, സൂര്യകാന്തി, ഇങ്ങനെയൊക്കെ ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അവർ. അപ്പോൾ ഓണത്തിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്ക് വെട്ടും. അപ്പം ഞങ്ങൾ വേഗം പോവുകയാണ്. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം, പിന്നെ റീൽസ് എടുക്കണം. അപ്പോൾ അങ്ങോട്ട് പോകുന്ന യാത്രയാണ് സൂപ്പർ കേട്ടോ. അപ്പോൾ കാടിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത്. നല്ല രസമാണ്. രണ്ട് സൈഡിലും ഭയങ്കരമായ കാടാണ്. അപ്പം മൃഗങ്ങളും ഒക്കെ കാണാം പോകുമ്പം. ആദ്യം ഞങ്ങൾ എത്തിയത് പൊൻകുഴിയിലാണ് കേട്ടോ. പൊൻകുഴി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഇറങ്ങിയത്, ശ്രീരാമക്ഷേത്രവും. അപ്പോൾ ഈ കുളം എന്ന് പറയുന്നത് സീത കരഞ്ഞിരുന്ന കുളമാണെന്നാണ് പറയുന്നത്. സീതയുടെ കണ്ണുനീരാണ് ഈ വെള്ളം എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇതിന് മുന്നേ പോയപ്പോഴും ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ നിയമങ്ങളൊക്കെ വന്നതുകൊണ്ട് ഫോട്ടോസൊന്നും അങ്ങനെ അധികം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുറച്ച് നേരം ഞങ്ങൾ ഇവിടെയൊക്കെ നിന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ നിറച്ചും കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ രണ്ട് സൈഡിലുമാണ് അമ്പലം. ഒരു ഭാഗത്ത് ശ്രീരാമക്ഷേത്രവും ഒരു ഭാഗത്ത് സീതാദേവി ക്ഷേത്രമാണ്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. ഇവിടെ കാണാനൊക്കെ നല്ല ഭയങ്കര രസമാണ്. ഞങ്ങളുടെ കൂടെ ബ്രദറും വൈഫും ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് ഗുണ്ടൽപേട്ടയിലേക്ക് പോകുന്നത്. റിച്ച് വീട്ടിൽ നിന്ന് വരുമ്പോഴേ അവനൊരു കുഞ്ഞു കാറും കയ്യിൽ എടുത്തുകൊണ്ടാണ് വന്നത്. കാരണം അവനതെപ്പോഴും കൂടെ കൊണ്ട് നടക്കും, ഇങ്ങനെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ. അവനത് ആ റോഡിലൂടെ ഓട്ടിക്കൊണ്ട് കളിച്ചു ഞങ്ങളവിടെ നിൽക്കുന്ന നേരം. ഇനിയുള്ള യാത്ര സൂപ്പറാണ്. നമ്മൾ പൊൻകുഴിയിൽ നിന്ന് നേരിട്ട് ഗുണ്ടൽപേട്ടയ്ക്ക് വരികയാണ്. അപ്പോൾ രണ്ട് സൈഡിലും സൂക്ഷിച്ച് നോക്കണം. മൃഗങ്ങളൊക്കെ ഇറങ്ങും. ആന ഉണ്ടാവും, മാനുണ്ടാവും, അങ്ങനെ പല മൃഗങ്ങളെയും നമുക്ക് കാണാം. നല്ല രസമാണ്. റോഡിൻ്റെ സൈഡിലൊക്കെ ആന വന്ന് നിൽക്കും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ തൊട്ട സൈഡിലൊരു ആനയെ കണ്ട്. അത് ആ സൈഡിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പം ഫോട്ടോസൊന്നും ഇവിടുന്ന് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല, ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. വേഗം തന്നെ പോകണം. കാരണം സെക്യൂരിറ്റി അല്ല, ക്യാമറയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കാണാം സൈഡിൽ മാനും ആനയൊക്കെ നിൽക്കുന്നത്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സൈഡിൽ കുറേ മാനിനെ കണ്ടു. അപ്പോൾ ഈ യാത്രയിൽ ആനയെ കണ്ടും മാനിനെയൊക്കെ കണ്ടും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽപേട്ടയിലേക്ക് കടന്നു. ഇനി ഓരോ സൈഡിലായിട്ട് രണ്ട് ഭാഗത്തും പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. കുറേ പൂക്കളൊക്കെ വെട്ടി കഴിഞ്ഞു. കാരണം ഇവർ പെയിൻറ്റിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വെട്ടി. ഇനി ഓണത്തിലേക്കുള്ള പൂക്കളാണ്. കുറേയൊക്കെ വെട്ടി കൊണ്ടുപോകുന്നത് കണ്ടു ലോറിയിലാക്കി. അപ്പം നമുക്ക് സൈഡിലേക്കൊക്കെ നോക്കിയാൽ കാണാം നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇതാ ആ കാണുന്നതൊക്കെ പൂക്കളാണ് കേട്ടോ. മല്ലിപ്പൂവ്, പിന്നെ നമ്മുടെ ചെത്തിപ്പൂക്കൾ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂന്തോട്ടം. നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞ് ഞങ്ങൾ ഇവിടെയാണ് കാറ് നിർത്തിയത്. അപ്പോൾ നിറയെ ചെട്ടിപ്പൂവും എല്ലാ പൂക്കളും, ചെട്ടിയും യെല്ലോ കളറിലുള്ളതും പിന്നെ നമുക്ക് ആ റെഡ് കളറുള്ളതും പിന്നെ മല്ലിപ്പൂ എല്ലാം കൂടെ കലർന്ന ഒരു സ്ഥലമായിരുന്നു. കിട്ടിയ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്ക് ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ല സ്ഥലമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവർ ഇതിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് അവർ നമ്മളിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നുണ്ട് കേട്ടോ. 100 രൂപയൊക്കെ വാങ്ങും. അപ്പം നമ്മൾ ആ 100 രൂപ കൊടുത്ത് കയറിയാൽ കുറേ നേരം നിൽക്കാം. ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സൊക്കെ കരുതിയിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് അടുത്ത ഷൂട്ട് തുടങ്ങണം. അപ്പം എന്തായാലും ഈ യാത്ര വെറുതെ ആയില്ല, നല്ല അടിപൊളിയായിരുന്നു. മാക്സിമം ഞങ്ങളിവിടെ എൻജോയ് ചെയ്തു.
അപ്പോൾ ഇതേ ഞങ്ങൾ തിരിച്ചു വരികയാണ്. രാത്രിയായി. ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ ആ ഗുണ്ടൽപേട്ട തന്നെ കഴിച്ചു കൂട്ടി. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നത് രാത്രിയാണ്. അപ്പോൾ രണ്ട് സൈഡിലും കാടൊക്കെ ഈ നൈറ്റ് കാണാൻ തന്നെ നല്ല സൂപ്പറല്ലേ. പിന്നെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ 9 മണിയാകുമ്പോഴേക്കും നമ്മൾ കാട് കടക്കണം, ഇല്ലെങ്കിൽ അവർ കടത്തി വിടില്ല. കാരണം മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ടൈം ആയതുകൊണ്ട് ആ സമയം കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഇറങ്ങും, പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ആ സമയം വരെ ഇതിലെ വണ്ടികൾ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ബോർഡർ കടക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഗുണ്ടൽപേട്ടയിലേക്ക് പോയ വിശേഷങ്ങൾ. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.